സിന്തറ്റിക് ബീറ്റ്സും ഡിജിറ്റൽ എക്കോയും അതുപോലെ തന്നെ റോബോട്ടിക് റിതംസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗാനം ഒരു പ്രത്യേക ലെവലിലോട്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫ്യൂച്ചർ ബേസ് ചെയ്യുന്ന സിനിമയായതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടാവും. ഇപ്പം സംസാരിക്കുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനിയിലെ അനിരുദ്ധിൻ്റെ ഏറ്റവും പുതിയ ഗാനം പട്ടുമ എന്ന ഗാനം വന്നായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ശരിക്കും യാഥാർത്ഥ്യവും എന്നാൽ ടെക്നോളജിയിലേക്കും പോകുന്ന ഒരു കഥാ സന്ദർഭമാണ്. പ്രത്യേകിച്ച് 2034 നടക്കുന്ന കഥ എന്നാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസുകൾ. എന്നാലും അതിലേക്കൊരു ഗാനം ടെക്നോളജി ബേസ് ചെയ്ത് ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസുകളും അതുപോലെ തന്നെ ഈ വോക്കൽസും ഒക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അനിരുദ്ധിൻ്റെ വോക്കൽസ് സാധാരണ രീതിയിൽ ഒരു AI ഒരു ടൂളിൻ്റെയൊക്കെ ഫീല് നമുക്ക് കിട്ടുമെങ്കിലും അനിരുദ്ധിൻ്റെ വോയിസ് ഇതിന് കൃത്യമായി ആപ്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ള സിനിമകൾക്കുണ്ടാവേണ്ട ഒരു പ്രത്യേകത ആ അനിരുദ്ധിൻ്റെ വോയിസിന് അത് കൃത്യമായിട്ട് ക്ലാരിറ്റിയാണ്. പിന്നീട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി കോമ്പിനേഷനാണ്. പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയാണ്. വിഘ്നേഷ് ശിവനാണ് ഇതിൻ്റെ ലിറിക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിഘ്നേഷ് ശിവൻ്റെ ലിറിക്സ് ഒന്നും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലിറിക്കൽ റൈറ്റർ തന്നെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസെപ്റ്റിലൊക്കെ ഈ മാജിക് അംബർലായും മാജിക് റിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം അതൊക്കെ ഭാവിയിലെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിൻ്റെ കണക്ടിവിറ്റിയിലൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിറ്റാർ കൈകാര്യം ചെയ്തിരിക്കുന്നത് കേബായും ദൈവവും ഒക്കെ ചേർന്നാണ്. അതുപോലെ തന്നെ ബാക്ക് പൈപ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ആർച്ചി ജെ ദ സ്നേക്ക് ചാമർ എന്ന് പറഞ്ഞ അതാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം അതിൻ്റെ ഒരു ഫീല് ശരിക്കും എന്നാ പറയുന്നത് നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ഭയങ്കരമായ അതിൻ്റെ അതിൻ്റെ അങ്ങനെയുള്ള ഒരു വോയിസിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഉണ്ട്. അതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. കീബോർഡ് കൈകാര്യം ചെയ്തിരിക്കുന്ന നിവിനും അരീഷും ചേർന്നാണ്. പ്രേക്ഷകർക്ക് വളരെ ചാമിങ് ആയിട്ട് തോന്നാം. കാര്യം എന്നാൽ ജെൻസിക്ക് പറ്റുന്ന ഒരു സോങ്ങാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. യൂട്യൂബിൽ വാച്ച് ചെയ്യാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായും ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.